ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസിയെ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ട്രാക്കാണ്, പിറവി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഈ ആർട്ടിസ്റ്റിൻ്റെ ട്രാക്ക് ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല. പിറവി ഈസ് ദ ഫസ്റ്റ് ട്രാക്ക് വിച്ച് ഐ ആം ഹിയറിംഗ് ഫ്രം ഹിം. പ്രണോയ് പ്രവീൺ എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ പേര്. എബിൻ അഗസ്റ്റിനാണ് ഇതിൻ്റെ ബീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒബ്സ്ക്യൂറ പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. എ കംപ്ലീറ്റ് വർക്ക് ഓഫ് എൻ ആർട്ട് എന്ന് പറയില്ല, വീഡിയോ ആയാലും ട്രാക്ക് ആയാലും എല്ലാം കൊണ്ടും ഒരു വർക്ക് ഓഫ് എൻ ആർട്ടാണ് സാധനം. കംപ്ലീറ്റ് വർക്ക് ഓഫ് എൻ ആർട്ട് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ബാക്കി നമ്മൾ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും ലിറിക്സ് കാര്യങ്ങൾ നിൽക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് വീഡിയോയിലേക്ക് ആവില്ല ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യു ഗൈസ് ക്യാൻ എൻജോയ് ഇറ്റ് ബൈ യുവർ ഓൺ. ബട്ട് ലിറിക്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മീനിങ്ങിലേക്കുമാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. സോ ഈ ഭാഗത്ത് പറയുന്നത് എന്താ വെച്ചാൽ, പുളയാണ് മനിതരുതുരകിൽ, മനുഷ്യര് വേദനിച്ചുകൊണ്ട് ഇല്ലാണ്ടാവുകയാണ് ഈ ലോകത്ത്. ആൻഡ് ദെൻ പറയുന്നത് പൊളയാണ് പണപിണമുലകിൽ, പണമുള്ളവര് അവര് സുഖത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നുള്ളത് പൊലയാണ് അഗതികൾ ഉലകിൽ, ദരിദ്രര് പാടുപെട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അവര് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. പിന്നുള്ളത് പൊലിയാണ് മനമലിവുകളിൽ, അതായത് മനസ്സിന്റെ കരുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ ലോകത്ത് നിന്ന് തന്നെ എല്ലാവരുടെയും മനസ്സിന്ന് കൈൻഡ്നെസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ലൈക്ക് മനുഷ്യന് വേദനിച്ചുകൊണ്ട് ഇല്ലാണ്ടാവുന്നു, ദരിദ്രർ കഷ്ടപ്പെടുന്നു, പണക്കാര് സുഖിക്കുന്നു, ആൻഡ് മനസ്സിന് കരുണ, ഹ്യൂമാനിറ്റി എന്നുള്ള സംഭവം ഇല്ലാണ്ടാവുകയാണ്. സോ ഇറ്റ്സ് എ വേക്കപ്പ് കോൾ എന്നുള്ള മൂഡിലാണ് ട്രാക്ക് തുടങ്ങുന്നത്. അതായത് ഇതൊക്കെയാണ് ഭൂമിയിൽ നടക്കുന്നത്. സോ ജസ്റ്റ് വേക്കപ്പ്. നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല, മിണ്ടാണ്ടിരുന്നാൽ ഇത് ആവർത്തിക്കുള്ളൂ, ഇത് കൂടുള്ളൂ എന്നുള്ള രീതിയിലാണ് ട്രാക്ക് വരുന്നത്. സോ ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ ബാക്കൊക്കെ പോയേക്കാം ഒന്നുകൂടെ. അധികാരമുള്ളവർ ഈ ലോകം ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോസ് ഹു ആർ റൂളിങ് ഈസ് റൂയിനിങ്. അതായത് ആർക്കാണോ അധികാരമുള്ളത് അവർ അധികാരത്തിന്റെ പേരിൽ പല അഴിമതിയും പല കാര്യങ്ങളും ചെയ്തിട്ട് ഈ ലോകത്തിനെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണിയിലുള്ള ദരിദ്രരെ, അതായത് പട്ടിണിയിലുള്ള പാവപ്പെട്ടവരുടെ ആരും കാണുന്നില്ല, കണ്ണിൽ കരടാണ്. സോ അർഹതപ്പെട്ടവർക്ക് അധികാരത്തിലുള്ളവർ ഒന്നും കൊടുക്കുന്നില്ല, അർഹതപ്പെടാത്തവരാണ് അവർക്ക് കണ്ണ് കാണുന്നത്. അർഹതപ്പെട്ടവരെ അവർ കാണുന്നു പോലുമില്ല, കാരണം അവരുടെ കണ്ണിൽ കരടാ. They are not caring of those who need. And then കൈകാലുവരി കൊണ്ടൊരു കൈ കൊണ്ടേ പോണേ കട്ടുമുടിക്കണം. അതായത് നമ്മൾ നമ്മുടെ എഫേർട്ട് എല്ലാം എടുത്ത്, നമ്മുടെ കൈയും കാലും ഒക്കെ നമ്മളെടുത്ത്, നമ്മളെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ഉള്ളവരാ കൊണ്ടുപോകുന്നത്. ലൈക്ക് ഈ അധികാരത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർ, എല്ലാവരും പാവപ്പെട്ടവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വേഴ്സ്. പെരുവയറിട്ട് തള്ളിടുമെങ്കിലും തിരികെ കയറ്റി കച്ചമുറക്കും. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് അവന്റെ വയറ് വരെ വലുതായി. സോ ഈവൻ സ്റ്റിൽ അവന്റെ വയറ് വലുതായി മീൻസ് ഹീസ് ഓൾറെഡി ഫുൾ. മനസ്സിലായി? അവൻ ഓൾറെഡി ഫുള്ളാണ്, എന്നിട്ടും അവനക്ക് വീണ്ടും 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 സാധനങ്ങൾ വേണം. ഒരു ആർത്തി മൂഡ് മനുഷ്യന്റെ. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് നടക്കാണ്ട് വരുമ്പോൾ ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ന്യൂ വേസ്. പുതുവഴി തേടിന്, അടവുകൾ പയറ്റാണ്, ലൈക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കുന്നത്, തറകൾ പൊളിക്കുന്നത്, വാട്ടവർ. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ, അതായത് ഇന്നലെ വരെ നമ്മൾ വിശ്വസിച്ച പല ഫൗണ്ടേഷൻസും പൊളിച്ചടക്കിയിട്ട് പുതിയ വഴികൾ തേടണ് നമ്മുടെ വിജയത്തിനു വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട്. ആൻഡ് ദെൻ പിന്നത്തെ വേഴ്സ് വരുന്നത് മ്യൂസിക് ഈസ്
അതായത് വായുവിനെ ആശകൾ ആലെ കണ്ടൊരു ഭാവന ജീവിതം കണ്ടൊരു തലമുറ. ആ ഒരു വേഴ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളുകളെല്ലാവരും അവരുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് സ്വപ്നം കണ്ട് ജീവിച്ച പലരുടെയും ഹോപ്പ് ഇല്ലാണ്ടാവുന്നു. ലൈക്ക് അവരുടെ ഹോപ്പ് ഇല്ലാണ്ടാവുന്നു, അവരുടെ ഹാർഡ് വർക്കിംഗ് നശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒന്നും റിട്ടേൺ ഒന്നും വരുന്നില്ല, മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ എല്ലാവരും ഇവരെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അതായത് അവരുടെ വഴികൾ അടഞ്ഞു പോകുമ്പോൾ അവരിതിന് തിരിച്ചടിക്കാൻ നിൽക്കുകയാണ്. സോ ആയുധം എന്താണ്, അവർ ആയുധങ്ങൾ എടുക്കുന്നു, വാളുകൾ ഉരയാണ്, അവർ തല്ല് തുടങ്ങുന്നു. ആൻഡ് ആശ മരിക്കണ്, ചോര ചിതറാണ്. അവരുടെ ഹോപ്പ്, അവർക്ക് എന്താണോ വേണ്ടതെന്നുള്ള ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ആ പ്രതീക്ഷ അത് നഷ്ടപ്പെടുന്നു, ചോരകൾ ചിന്തണ്. ലൈക്ക് അവരുടെ ഹോപ്പ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇല്ലാണ്ടാവുമ്പോൾ വീണ്ടും വീണ്ടും അവർ നഷ്ടത്തിലേക്ക് നശിച്ചുകൊണ്ടിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ പോരടിച്ച് നടക്കുന്നത് ഈ പേരിലൊക്കെയാണ്. ജാതി, കുലം, മതം, സ്വത്ത്, ഈ പേരിലൊക്കെയാണ്. സോ അവർ ഈ ഒരു കാരണത്താലാണ് അവരുടെ വാളുകൾ ഒരുക്കുന്നത്, അവർ പോരടിക്കുന്നത്. ലൈക്ക് അണികൾ എന്നൊക്കെ പറയൂലേ, ഈ രാഷ്ട്രീയക്കാരുടെ അണികൾ, അവരൊക്കെ നമുക്ക് ഇതിൽ പിക്ചറൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഭയങ്കര ഭയങ്കര മീനിങ് ഫുൾ വേർഡാണത്. കത്തണ് കൂരകൾ, വീടുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു, ആൻഡ് ആളുകൾ മരിക്കുന്നു. അതായത് വീയണ് മേനികൾ, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ വരുമ്പോഴും തിരുമേനി അവരുടെ ചാരുകസാലയിൽ ചാരി ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങും. ധനികനെ ഇതൊന്നും ബാധിക്കൂല. താഴെപ്പെട്ടവരെ, അതായത് പാവപ്പെട്ടവരെ എന്നും ചൂഷിച്ചുകൊണ്ടേയിരിക്കും. ഈ രാഷ്ട്രീയത്തിൽ വരുന്ന അണികൾ ഭയങ്കര സമരത്തിലും, അതായത് ഞങ്ങളുടെ നേതാവ് മാസാണ്, ഞങ്ങളുടെ നേതാവ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോഴും അവർക്ക് വല്ല അടിപിടിയോ എന്തെങ്കിലും വരുമ്പോൾ നഷ്ടപ്പെടുന്നത് അവൻ്റെ വീടിനും അവൻ്റെ കുടുംബത്തിനും മാത്രമായിട്ട് മാറും. ഒരിക്കലും അവൻ്റെ നേതാവ് കുറേ കാലം അവൻ്റെ സങ്കടം വെച്ചിട്ടിരിക്കൂല. He will be sitting on his ചാരുകസാല and he will be vibing. And then what they will do at the end, ആരെങ്കിലും മരിച്ചാൽ അവരെന്താ ചെയ്യല്? അതാണ് അടുത്ത വരികളിലുള്ളത്. പിന്നെ മുഴിക്കണ് മുതലക്കരച്ചിൽ. അതായത് അവരുടെ ഫേക്ക് ആയിട്ടുള്ള കണ്ണീരുകൾ മാത്രം അവർ പുറപ്പെടുവിക്കും. വേറെ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ലൈക്ക് ആളുകളെ ഇറക്കി വിട്ട് തല്ലുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ, കലാപം, ലഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് അവിടെ നിൽക്കും. അത് മീൻസ് വിഷം തുപ്പുന്ന വാക്കുകളും അവരുടെ കയ്യിൽ നിന്നുണ്ടാവും. മുതലക്കണ്ണീറും വിഷം തുപ്പുന്ന വാക്കുകളും. ലൈക്ക് വിഷം തുപ്പുന്ന വാക്കുകൾ എന്താ, അത് ഏതെങ്കിലും ഒരാൾ, ഏതൊരു ഫിലിമിലുണ്ട്, ഒരാൾ മരിച്ചെടുക്കുമ്പോൾ ഇത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളാണ്, അത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടി കുത്താനും അത് നമുക്ക് രക്തസാക്ഷി ആയാലേ നമുക്ക് ഇതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷം തുപ്പുന്ന വാക്കുകൾ മാത്രം അവരുടെ വായിന്ന് വരുള്ളൂ. ആൻഡ് ദെൻ വീഡിയോ വേറെ ലീഗാണ് മാൻ. ഈ ഒരു ടൈപ്പ് വീഡിയോ ഐ ഹാവൻ സീൻ ഇൻ മലയാളം ഹിപ്പ് ഹോപ്പ്. അതായത് ലോകം ഒന്നിക്കുമ്പോഴും അടിച്ചമർത്തപ്പെട്ടവരൊന്നിക്കുമ്പോഴും നമ്മൾ അടിച്ചമർത്തിയവർ അവരൊന്നിച്ചിട്ട് നമ്മളെ പല ഇതിലും ഭീഷണിപ്പെടുത്തും. പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ, അവിടെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനാണ് ഏറ്റവും ശക്തിയും കരുത്തും വേണ്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും നിങ്ങൾ വിറക്കും. ചരിത്രത്തിൽ എഴുതപ്പെട്ട ചതിയുടെ കഥകൾ മനുഷ്യൻ എന്നും പാടി നടക്കുന്നു. കെട്ടിപ്പൊക്കിയ മതിലുകളുടെയും എല്ലാത്തിൻ്റെയും ഒരു അടിപ്പതനം ഒരു നാൾ സംഭവിക്കും. ലൈക്ക് നിങ്ങൾ കെട്ടിപ്പൊക്കിയ സ്വത്ത് കൊണ്ടാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടാണെങ്കിലും അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ജയിലുകൾ ഒരു ജയിലിൻ്റെ ഒരു മതിലായിട്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു നാൾ അടിയിൽ വരും.
ലൈക്ക് തോക്കുകൾ ഉയർന്നാലും വെടിശബ്ദങ്ങൾ ഉയർന്നാലും എത്ര മനിതർ താഴെ വീഴുന്നാലും നീതി വായുന്ന നാൾ വരും. ലൈക്ക് ധർമ്മം വായുന്ന നാൾ വരും. സത്യം ജയിക്കും. എവിടെ എത്ര നമ്മളെ മമ്മൂക്കാൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അതായത് സത്യത്തിനെ ഒരാൾക്ക് ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. സത്യം വെളിച്ചം പോലെയാണ്. വെളിച്ചത്തിനെ മറച്ചു വെക്കാനോ അതിനെ പറ്റുള്ളൂ, പക്ഷേ വെളിച്ചം ഇല്ലാണ്ടാവുന്നില്ല. അതുപോലെ തന്നെയാണ് സത്യം. സത്യത്തിനെ മറച്ചു വെക്കാനേ പറ്റുള്ളൂ. ഒരു നാൾ സത്യം ആ മറച്ചു വെച്ച ജയിലും എല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒരു നാൾ പുറത്തു വരും. കനലുകൾ അന്തണ നാൾ വരും. ലൈക്ക് ഇപ്പോഴുള്ള ഒരു ചെറിയ കനലാണെന്നുണ്ടെങ്കിൽ അത് ആളിക്കത്തുന്ന നാൾ വരും. സത്യത്തിന്റെ ഒരു കനല് അത് കത്തി പടരുന്ന ഒരു നാൾ വരും. പതിരുകൾ എരിയണ നേരെ വരും. അതായത് പതിരുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിലും നമ്മുടെ പ്രവർത്തികളിലൊക്കെ ഉള്ള പതിര്, നമ്മളുടെ ബെനിഫിറ്റ്സ്, അതായത് നമ്മളുടെ ഇതിൻ്റെ റിസൾട്ട് അതൊക്കെ എരിയണ, അതിൻ്റെ ഒരു അർത്ഥം കിട്ടുന്ന പതിരുകൾ എരിയ എന്ന് പറഞ്ഞാൽ മീനിങ്ങിൻ്റെ ആ ഒരു രുചി അത് കിട്ടുന്ന ഒരു നാൾ വരും. കതിരിത് വിളയണ വേള വരും. നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു റിസൾട്ടായിട്ട് ഒരു ദിവസം നമ്മുടെ ഈ ശബ്ദം ഉയർത്തിനും എല്ലാത്തിനും ഒരു നാൾ നമുക്കൊരു റിസൾട്ട് വരും. ധർമ്മം വെട്രിക്കൊടിപാറും. ലൈക്ക് സത്യം ഒരു നാൾ വിജയിക്കും. അപ്പോൾ ഇതാണ് പിറവി എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക്. ദിസ് ഈസ് സോ അണ്ടർ റേറ്റഡ്. ആൻഡ് നിങ്ങൾ ഈ ട്രാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ട്രാക്ക് കേട്ടിട്ട് എന്താണ് തോന്നിയതെന്നുള്ളത് താഴെ കമൻ്റ് അടിക്കുക. ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തതിൽ എനി തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ പറയാം. നമുക്കപ്പോൾ യു നോ ദ ഗെയിം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ച് താഴേക്ക് പോകാം. ദിസ് ഇസ് ലൈക്ക് വേടൻ്റെ വാക്കുകളൊക്കെ പോലെ ഭയങ്കര മുറിവുകൾ ഉണ്ടാക്കുന്ന, അർത്ഥം ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് ഇതിലുള്ളത്. സോ ഇതാണ് എൻ്റെ റിയാക്ഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ. ഷൗട്ട് ഔട്ട് ടു പ്രണോയ്, പ്രവീൺ, ഒബ്സ്ക്യൂറ പ്രൊഡക്ഷൻ ആൻഡ് എബിൻ ഓഗസ്റ്റിൻ ഫോർ ദിസ് വണ്ടർഫുൾ ജോബ്. നിങ്ങൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കേൾക്കുക. സോ ഇഫ് യു ഗൈസ് നോ എനി അതർ മലയാളം ട്രാക്സ് ലൈക്ക് ദിസ്, ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ബിലോ. നമ്മളത് ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, അർത്ഥവത്തായ സംഭവങ്ങൾ നമ്മൾ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കും. സോ യാ, പീസ്.